ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഒരു റീ റിലീസ് സിനിമയുടെ ഏറ്റവും വലിയ തരംഗം തിയേറ്ററുകളിൽ നാം കണ്ട ഛോട്ടാ മുംബൈ എന്ന സിനിമ ആ സിനിമയുടെ 6ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ കാത്തിരുന്ന 5 ദിവസത്തെ കേരള ഡീറ്റെയിൽ കളക്ഷൻ ഇങ്ങെത്തിരിക്കുകയാണ്. അത് പ്രകാരം ലാലേട്ടനെ നായകനാക്കിയ അൻവർ റഷീദ് സംവിധാനം ചെയ്ത സിനിമ പ്രതിദിനം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മികച്ച കളക്ഷൻ നേടിയെടുത്ത് തിയേറ്ററുകളിൽ മുന്നേറുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത്. ഇന്നലെ ചൊവ്വാഴ്ച പോലും കേരളത്തിൽ 35 ലക്ഷം ഗ്രോസ് നേടിയെടുത്ത സിനിമ പുതിയ സിനിമകളെല്ലാം ഏറ്റവും മികച്ച കളക്ഷൻ കേരളത്തിൽ ഇന്നലെയും നേടിയെടുത്ത സിനിമയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സിനിമയുടെ ആദ്യ ദിവസം മുതലുള്ള ഓരോ ദിവസത്തെ കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിവസം കേരളത്തിൽ 37 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത് തുടങ്ങിയ സിനിമ 2ാം ദിവസം 59 ലക്ഷം, ഞായറാഴ്ച 3ാം ദിവസം 68 ലക്ഷം, 4ാം ദിവസം തിങ്കളാഴ്ച 38 ലക്ഷം, ഇന്നലെ 35 ലക്ഷം എന്നിങ്ങനെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തപ്പോൾ ആകെ വെറും 5 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ 2,37,00,000 സിനിമയുടെ കേരള ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. ഈ ജൂൺ മാസം ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ പുതിയ സിനിമകളെ എല്ലാം ഏറ്റവും മികച്ച കേരള കളക്ഷൻ വരുന്ന സിനിമ കൂടിയായിട്ട് ഛോട്ടാ മുംബൈ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ഉൾപ്പെടെയുള്ള സിനിമയുടെ കളക്ഷൻ കേരളത്തിൽ അറിയുവാനായിട്ട് കാത്തിരിക്കൂ. ഇതിനിടയിൽ സിനിമയുടെ കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ കൂടി അപ്ഡേറ്റ് ആക്കപ്പെടുമ്പോൾ ലിമിറ്റഡ് റിലീസോടെയാണ് കേരളത്തിന് പുറത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വേൾഡ് വൈഡ് ആയിട്ട് സിനിമ എത്തപ്പെട്ടതെങ്കിൽ പോലും 2,60,00,000 ഗ്രോസ് കളക്ഷൻ സിനിമ പിന്നിട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നല്ല റിലീസോടെ എത്തപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 3 കോടി കടന്നേനെ. വൈകാതെ തന്നെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 3 കോടി കടക്കും. കാത്തിരിക്കൂ ഛോട്ടാ മുംബൈയുടെ കൂടുതൽ ഇതുപോലുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾക്ക്.